സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കലവറയിലേക്ക് നോക്കാം. കാരണം ഇന്ന് സ്വീറ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഡിഷാണുള്ളത്. പഴം വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഗീ ഉണ്ട്. മൈ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കടലമിഠായാണ്. ഞാനിപ്പം ഒരു ദിവസം മൊത്തം കഴിച്ചില്ല, ഇനി എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി എടുക്കുന്ന ഒരു സാധനമാണ് കടലമിഠായി. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, അപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ തേങ്ങ, പിന്നെ ഇത് മറ്റേ ജാഗിരി അല്ലേ, ജാഗിരി, ഉപ്പുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടേബിൾ നിറച്ചും ഫില്ലായിരിക്കും. പക്ഷേ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ പഴം വെച്ചിട്ടുള്ള എന്തോ സ്വീറ്റും കൂടെയാണ്. അപ്പം നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇന്നത്തെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും ഇത് വെച്ചിട്ട് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ഷോയിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ്, അതുപോലെ തന്നെ ഇപ്പം ക്ലോസ് ടു 45 to 50 റെസിപ്പീസാണ് നമ്മുടെ ഈ ഒരു ഷോയിൽ കൂടെ തന്നെ മാത്രമായിട്ട് ഷെഫിൻ്റെ ഓൺ റെസിപ്പീസ് വന്നിട്ടുള്ളത്. അതൊക്കെ ഒത്തിരി അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ഗസ്റ്റുകളാണെങ്കിലും ഭയങ്കര സർപ്രൈസ് ആണ്, ഇത്രയധികം റെസിപ്പീസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു റെസിപ്പി എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഷെഫിനെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിക്കുക, കഴിപ്പിക്കുക, അതാണ് നമ്മുടെ വിശേഷം. നമ്മുടെ കുക്കിന്റെ മെയിൻ വിശേഷം എന്ന് പറയുന്നത് അതാണ്, ടാഗ് ലൈൻ. യെസ്. അപ്പൊ ഷെഫ് എന്താണ് ശരിക്കും എന്താണ് വിശേഷം? അല്പം മധുരമോ? അതെ, ഇന്നത് മധുരം നമുക്ക് ചൂസ് ചെയ്യുന്നത് വളരെ ഫ്യൂ ആയിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ് ഷെഫ് നമുക്ക് മധുരം ഉണ്ടാക്കാമെന്ന് പറയുന്നത്, അല്ലേ? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ മധുരം. അപ്പൊ ഇന്നത്തെ ഡിഷ് നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഗസ്റ്റിന്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ചിരിപ്പിച്ചും ഭയങ്കര സുന്ദരിയായിട്ടും അടിപൊളിയായിട്ട് കുക്കും ചെയ്ത് എല്ലാം കൊണ്ടും നമ്മളെ അങ്ങോട്ട് വശീകരിച്ചു, അങ്ങോട്ട് ഇതാക്കി. ഒരു പവർ ഹൗസ്. അതെ, ഒരു എനർജി ബോളാണ്. എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ റിമിയൊന്നും ഒന്നും അല്ല. പറഞ്ഞു അപ്പത്തേക്ക് നമുക്കിപ്പോ മനസ്സിലാവുന്ന എങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ എപ്പിസോഡിലും കൂടെ ചേച്ചിയെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എനർജി ബോളിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ ഷോയിലോട്ട്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം റാണി ആന്റി. ഹലോ, ദൈവമേ, ഇപ്പോഴും എന്നെ കരയിപ്പിച്ച് പൊക്കി ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെക്കുന്നതാ. അയ്യോ അല്ല, ഈ സത്യം പറഞ്ഞ എന്നാന്നറിയാവോ, ഇതേ അവളൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒരു പിറന്നാളിന് വാങ്ങിച്ചു കൊടുത്തതാ. എനിക്കറിയാം അത് കൊടുത്താൽ അത് എനിക്ക് തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇന്ന് നമ്മളൊരു മധുരമായിട്ടുള്ള ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുള്ളൂ നമുക്ക്. ഈ തത്തമ്മ പച്ച കളറൊക്കെ ചെവിയിൽ രണ്ട് കൂടുണ്ടല്ലോ, ജിമിക്കായിരുന്നല്ലേ ഞങ്ങൾ അതിനൊക്കെ തത്തമ്മ കൂടെ കണ്ട തത്തമ്മ കൂടാന്ന് തോന്നുന്നു. ശരിയാട്ടോ, തത്തമ്മ കൂടാ. ഷെഫിന് ട്രോളാൻ ഷെഫ് ശരിക്കും കോമഡി പറയുന്നുണ്ട്. ഷെഫിനെ ഒന്ന് സിനിമയിൽ എടുക്കാൻ പറഞ്ഞേ, കൊടുത്ത് ഞങ്ങളെ സൈഡിൽ കൂടെ ഇടില്ല, ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട്. അപ്പോ അല്ല വേണം, ഷെഫ് ഉണ്ടാക്കുന്ന സാധനം കഴിച്ചിട്ട് നല്ല ജിലിച്ചായിട്ട് നിൽക്കുന്ന ആള്. ഞങ്ങളുടെ പരിപാടിയുടെ പേര് എങ്ങനെയാണെന്നറിയോ? കുക്കോ കുക്ക്. അതെങ്ങനെ പറയുന്നത്? പക്ഷെ അതിന്റെ ഇപ്പം കറക്റ്റ് ആയിട്ടുള്ളത് ഇപ്പൊ മധുരമായിട്ടുള്ള ചെറിയൊരു ഡിഷാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒത്തിരി സമയമുണ്ട് നിൽക്കും ഉണ്ടാക്കൽ. അതിന് മുമ്പ് ഞാൻ ഒരു ടാസ്ക് കൊടുക്കും, ഒരു ചെറിയൊരു ടാസ്ക്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡാൻസ് ചെയ്തു, പാട്ടുപാടി, അതിനെക്കാട്ടും അതിനെക്കാട്ടൊക്കെ എളുപ്പമാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ സംസാരിച്ചോണ്ട് ഷെഫ് മാത്രം അവസാനം പണി ചെയ്യും, നമ്മളോട് പണി ചെയ്യത്തുമില്ല. കൊച്ചെന്താ എടുക്കുന്നേ? ഞാൻ ഇതുവരെ അതൊക്കെ കുടിക്കാൻ പോവാ. ഞാൻ പറയട്ടെ ടാസ്ക് എന്താന്ന്. അല്ല, റാണിമ ചെയ്തോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂട്യൂബ് ചാനലാന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് എടുക്കാണ്. അപ്പൊ ഇത് റാണിമയുടെ ആണ് പ്രോഗ്രാം, കുക്കോ കുക്ക്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഒന്ന് പറയുന്ന പോലെ. അപ്പൊ വ്ളോഗ് തുടങ്ങാണ്. റാണിമയുടെ യൂട്യൂബ് ചാനൽ. ഹായ് കുഞ്ഞുങ്ങളെ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. ഇന്നൊരു വലിയ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. ഞാൻ ഇന്ന് നല്ലൊരു വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണല്ലോ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട തെറ്റിപ്പോയോന്ന് ഞാൻ രണ്ട്
പ്രധാനപ്പെട്ട വ്യക്തികളെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല എല്ലാം കൊണ്ടും എന്താ പറയാ, എനർജറ്റിക്കും എല്ലാം കൊണ്ടും നല്ല ഫുഡൊക്കെ തന്ന് നമ്മളെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആക്കുന്ന കൈപുണ്യമുള്ള ഒരു വലിയ ലോകത്തിലേക്ക് ഏറ്റവും നല്ല ഒരു ഷെഫുണ്ട്. കാണോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു ഷെഫുണ്ട്. പിന്നെ ഒരു സുന്ദരിയായ ഒരു അവതാരികയുണ്ട്. ശരിക്കൊന്നും വേണ്ട, സുന്ദരിയോ എല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, എല്ലാവർക്കും മനസ്സിലായി. ശരി ആൻറ്റി പറഞ്ഞ സത്യമാന്ന് പറയും. അപ്പം നോക്കട്ടെ, ഞാൻ ഈ രണ്ടുപേരെ കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ കുക്കിംഗ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഷെഫ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു 1.5 ഷെഫ് തന്നെയാണ്. ഷെഫ് ഉണ്ടല്ലോ ഈ 40-48 എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും ഈ 48 ദിവസങ്ങളും വെറൈറ്റി അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് ഷെഫ് ഉണ്ടാക്കി. ആദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അന്തപ്പെട്ട് വന്നപ്പോഴേക്കും ഇരിക്കുക. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു കുട്ടീനെയും കിട്ടി അവതാരികയായിട്ട് ഈ രണ്ടുപേരെ കൊണ്ടാണ് ഞാൻ നിശ്ചയിപ്പിക്കുന്നത്. കുട്ടികളെ അപ്പൊ ഇനി നമുക്ക് ഉടനെ റാണിമയുടെ ബാക്കി യൂട്യൂബ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു ഇനി കാണിക്കാനുള്ളതൊക്കെ കാണിച്ചു. ഇനി ഒന്നും യൂട്യൂബിൽ ഇടാനില്ല. തോന്നിയിടാനായിട്ട് ഞാൻ അപ്പൊ നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരെന്താണ്? അതാണ് ആദ്യം അറിയേണ്ടത്. ഇങ്ങനെ അങ്ങ് വെച്ചതേ ഉള്ളല്ലേ എല്ലാ പാത്രങ്ങള്. കുട്ടി പാത്രം ഞാനും മേടിച്ചു. അല്ല, അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത്? നമുക്ക് കപ്പലണ്ടി വാങ്ങിക്കണം, തൊലി കളയണം അല്ലേ? ഭയങ്കര പണിയാ. നേരത്തെ കപ്പലണ്ടി മുട്ട വാങ്ങിച്ചാൽ എല്ലാം ചെയ്ത് അല്ലേ? എന്നാലും നമ്മൾ അതിനെ ഇങ്ങനെ വെള്ളമൊക്കെ അത് നമുക്ക് ഇടാം. നമ്മൾ ഷെഫിനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാല് അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് അത് കിട്ടും, ആവശ്യത്തിനൊക്കെ കിട്ടും. നമ്മളിതിനെ ഇങ്ങനെ ശർക്കര പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അത് കുറച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആദ്യം അപ്പം നമ്മൾ ഓൾറെഡി പഴമൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് ഇച്ചിരി ഒരു പിഞ്ചിട്ടെ, പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഇതല്ലേ കുക്കിംഗ് ഓയില്? ഗ്രീൻ അല്ലേ കുക്കിംഗ് ഓയിൽ? ഇത് ഓയിലല്ല, അല്ല കുക്കിംഗ് വാട്ടർ. ഞാൻ അതുകൊണ്ടാ ചേച്ചി അടുത്ത വർക്കിന് വിളിച്ചു. വെള്ളം ഒഴിക്കട്ടെ മോളെ? ഇച്ചിരി വെച്ചാൽ മതി. അത് മതി, അത് മതി. കുഴപ്പമൊന്നുമില്ല. നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇതാണ് കപ്പലണ്ടി മധുരം, ഏത്തക്കയും കപ്പലണ്ടി മധുരം. ഓ അത് ശരി, ഇതുകൊണ്ടോ നല്ല മധുരം വരുന്നുണ്ട്. ഇതിന്റെ പേരെന്താണെന്നറിയാമോ? മണം വരുന്നുണ്ടെന്നില്ലേ? അതിന്റെ അകത്തേക്ക് കുറച്ച് ജാഗരിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഏത്തക്കയും കപ്പലണ്ടിയും കൂടി കൂട്ടിയിട്ടുള്ള. ഇനി ശർക്കര ഇടാൻ പോവാ, ശർക്കര പൊടി. ശർക്കര ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണം. ഷെഫ് ഇട്ടോ? ശർക്കര എന്താണ് ഡിഷിന്റെ പേര്? ഏത്തക്ക കപ്പലണ്ടി മധുരം. ഏത്തക്ക കപ്പലണ്ടി മധുരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഏത്തക്ക കപ്പലണ്ടി മധുരം. നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. അപ്പം റാണിമ, എന്താ ഈ പണ്ട് തൊട്ടേ കുക്ക് ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ കുക്ക് ചെയ്യായിരുന്നു? എന്തോ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ, കോഴിത്തല എന്തോ കൊണ്ട് ഞാൻ മതിൽ എൻ്റെ ജോബിച്ചിന്റെ അമ്മ ഭയങ്കര കുക്കിംഗ് ആണ്, കുക്ക് ചെയ്യുന്ന ആളാണ്. അമ്മ വെച്ചാൽ സ്മെല്ലടിച്ചത്ര അമ്മയ്ക്ക് അറിയാം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി ചെറുപ്പത്തിലെ, 3 വയസ്സിൽ അമ്മ മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി അമ്മയുടെ അനിയത്തിമാരും ആങ്ങളമാരും അമ്മ അങ്ങനെ അവരൊക്കെയാണ് വളർത്തിയത്. വലിയമേലെ അങ്ങനെ കൊഞ്ചിച്ച് വളർത്തി. കൊഞ്ചിച്ച് കഴിഞ്ഞ് വരുവായി അവസാനം ഇപ്പോഴും ഇങ്ങനെയായി. അതൊക്കെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് എന്നിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ അറിയില്ലല്ലോ. അവർ ചോദിച്ച പട്ടാളത്തിലായിരുന്നു. അപ്പം പെട്ടെന്ന് പറയാം, അല്ലെ പിന്നെ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഷെഫിന്റെ കറി കണ്ടിട്ടല്ല, ഷെഫിന്റെ ഇത് സ്വീറ്റ് കണ്ടിട്ട് കൊതിയാവും എനിക്ക്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പട്ടാളത്തിൽ പോയി, ആദ്യം കല്യാണം ആദ്യമേ തന്നെ. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കുന്നൊക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും ഓർക്കും. എനിക്ക് ഉണ്ടാക്കാൻ പാത്രമൊക്കെ എടുത്തു ഇതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നുണ്ടേ. പുള്ളി മെല്ലിട്ടേ എന്നപ്പോ ആ ദിവസം എന്നിട്ട് ഒരു കോഴീനെ മേടിച്ചു കൊടുത്തു. അമ്മ ഈ കോഴി വീട്ടിലമ്മയ്ക്ക് എപ്പോഴും കോഴിയുണ്ട്. ചോദിച്ചാൽ 30 ദിവസം ഉണ്ട്, 30 ദിവസം കോഴിയെ കൊതും. എത്ര കോഴീനെ വളർത്തും, ഞാൻ ആടുകളെ വളർത്തുന്ന പോലെ എല്ലാ ദിവസവും ഓരോ കോഴീനെ ചോദിച്ചിന് ഇങ്ങനെ കൊടുക്കും. ഞാൻ അങ്ങനെ കോഴിയിറച്ചി ഒന്നും കഴിക്കില്ല. അപ്പൊ ഞാൻ ഇല്ല, ഇറച്ചി കഴിക്കില്ല, നോൺ വെജ്. പട്ടാളത്തിൽ പോയ പിന്നെ പുള്ളിക്കാരെ നിർബന്ധിച്ച് കഴിപ്പിച്ച. എന്നിട്ട് ഒരു കോഴിയെ മേടിച്ചു കൊടുത്ത് തന്നിട്ട് പുള്ളി പോയി. ഇത് കറി വെച്ചു, കറി വെക്കാൻ പറഞ്ഞു. ദൈവമേ, ഞാനിതെങ്ങനെ കറി വെക്കുന്നില്ല ആലോചിച്ചിട്ടൊന്നും. അന്നത്തെ പോലെ നമുക്ക് ഫോണോ ഒന്നുമില്ല ചോദിക്കാനൊന്നും, അല്ല യൂട്യൂബിൽ നോക്കി കട്ടെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേ ഈ അമ്മയൊക്കെ ഇങ്ങനെ എന്തൊരു തല, അത് ആടിൻ്റെ തലയാണല്ലോ, സൂപ്പൊക്കെ വെക്കുന്ന എനിക്കൊരു സംശയമുണ്ട്. എന്നിട്ട് അന്നാട്ടൊക്കെ എന്തൊക്കെയോ ഇട്ട് കറി വെച്ചു. ചോദിച്ചാൽ ചോറുമ്പടി കയറി എടുക്കടി എന്ന് പറഞ്ഞു. നീ വലിയ സന്തോഷിച്ച് കുടുങ്ങിക്കൊണ്ടേ മുമ്പിലോട്ട് ചോദിച്ചു. കോഴിയുടെ തല ഇങ്ങനെ ഇരുന്ന തല കറി വെച്ച് കൊണ്ട് കൊടുത്തു.
അത്രയും cooking അറിയാമായിരുന്നു. അയ്യോ ഒന്നും പറയണ്ട. ആ കല്യാണം കഴിഞ്ഞ സമയം ആയതുകൊണ്ട്. ഇപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? ഇല്ലെങ്കിൽ അന്നാ കുഞ്ഞ് എത്ര എന്താ വന്നാലും അത് വെറും പൊടിക്കുഞ്ഞല്ലേ? വയസ്സ് ചോദിക്കരുതെന്നാ പറയുന്നത് കേട്ടോ. 19 വയസ്സ്. അപ്പൊ നല്ല കുഞ്ഞായിരുന്നു. കേറുന്നതേ ഉള്ളൂ. അപ്പൊ നല്ല അപ്പൊ അതൊക്കെ നിൽക്കുക. അപ്പൊ ഇത് ലവ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ? ഇല്ലല്ലോ വീട്ടിൽ നിന്ന് അവരെല്ലാരും ഇവള് ചിലപ്പം വേറെ വല്ലവരുടെ കൂടെയൊക്കെ ജയിച്ചു പോയെങ്കിലും ഓർത്ത് അധികം ആരോടും പതിക്കലുണ്ട്. അപ്പൊ അവര് നേരത്തെ കല്യാണം ഉറപ്പിച്ചു വെച്ചു. 16 വയസ്സിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചു. പിന്നെ ഒരു 3-4 കൊല്ലം കൂടെ കഴിയട്ടെന്ന് ഓർത്തോണ്ട് പിന്നെ അവരിരുന്നു. അതവരുടെ കഷ്ടകാലം. നല്ല പോയി. ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ കഴിയുന്നുണ്ടോന്നൊരു സംശയം. ആ ശരി, എനിക്കും തോന്നുന്നു. കഴിയുന്നുണ്ടോന്നൊരു പുക വരുന്നുണ്ടല്ലോ. മണം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കണ്ണ് കിട്ടിയെന്ന് തോന്നുന്നു. ഇതെങ്ങാനും നമ്മൾ കഴിഞ്ഞാലും അതിന്റെ അല്ല, ഇതിന് മോളെ ഉത്തരവാദിത്വം തേങ്ങ ഇടണം. ഷെഫിൽ തേങ്ങ ഇട്ടിട്ട് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇതേ പഴവും പിന്നെന്താ കുറച്ച് തേങ്ങ കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ടാ മതിയോ? അപ്പം നമ്മുടെ ഡിഷ് ഇതാ റെഡി ആയോ? ഷെഫ് കാണിക്കുന്ന പോലെ തന്നെ ഞാനും ചെയ്യുവാണേ. പക്ഷെ ഞാൻ കാര്യം പറ്റും, നമുക്ക് അതിൻ്റെ അകത്ത് കിട്ട ഇങ്ങനെ ആവുമല്ലോ അവസാനം നോക്കി ഇതിലിട്ട് മിക്സ് ചെയ്യണോ തേങ്ങ? അപ്പൊ അതെല്ലാം കൂടി രുചി ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ അല്ലേ? അപ്പൊ ആദ്യമേ തേങ്ങ കുറച്ച് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അത് ആദ്യമേ ഇട്ടതാണോ അല്ലെങ്കിൽ അവസാനം? ഇതിനകത്തൂടെ തന്നെ ഇടാം. ഇതിന്റെ അകത്തൂടെ തന്നെ ഇട്ടതാണോ? ആ, ഇത് തിരിച്ചിടണോ? വേണ്ടല്ലോ, വേണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടാം. ഇതൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. നല്ല മണം കുട്ടികൾക്ക് വരുന്നുണ്ട്, കാണാനായിട്ട് എന്ത് ഇഷ്ടമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കയും കൂടി ഇടണ്ടേ? ആ, ഏലക്ക നമ്മൾ ഇട്ടില്ല മോളെ. പിന്നെ അവസാനം ഇട്ടായിരുന്നു ഏലക്ക? അവസാനം ഇട്ടായിരുന്നു. ചിരിയുടെ ഒരു നുള്ള്. സൂപ്പറാ, നോക്കി നുള്ളിട്ടെ. ഇട്ടു. നമ്മൾ കുറച്ച് കാരമലൈസ്ഡ് ആയിട്ടുള്ള അതെ. ഒരു ഷെഫിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഡിഷാണ്. ഷെഫ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അത് കഴിച്ചു. ഷെഫ് ആദ്യമായിട്ടാണ് നമ്മളോടൊന്നും ചോദിക്കേണ്ട, സ്വന്തം അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു. ആദ്യം നോക്കണമല്ലോ. ചെക്ക് എങ്ങനെയായിട്ടെന്നാ? അപ്പൊ ഇത് ഇതുണ്ടല്ലോ, നമ്മൾ പിള്ളേർക്ക് വേണ്ടിട്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം പിള്ളേരെ കാര്യം പറയുമ്പോ അവിടെ വീട്ടില് കുറെ കൊച്ചുമക്കളില്ലേ? 3 കുഞ്ഞു പിള്ളേരുണ്ട് മക്കളെ. എങ്ങനെയുണ്ട് അവരെ? ബാക്കിയൊക്കെ നല്ല രസമാണ്. അവരുമായിട്ടാണല്ലോ ഞാനിപ്പോഴും ഇങ്ങനെ ഓരോ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അവരിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി ഒരു പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി അവരെ കൂടി വിളിച്ച് ഞങ്ങളുണ്ടാക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഡാൻസ് കളിക്കും, പാട്ട് പാടും, അങ്ങനെ ഓരോന്നൊക്കെ അവർ വരുന്ന നോക്കിയിരിക്കും. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കും. ഇന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. ഷെഫ് ഭക്ഷണം പെട്ടെന്നല്ലേ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും പെട്ടെന്നാണ് റീൽസൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുന്നത്. ആ, പിന്നെ തീർച്ചയായിട്ടും. അയ്യോ ഷെഫ്, ഞാൻ മനസ്സിലോർത്താണ്. പക്ഷെ നമ്മളെയൊക്കെ വിളിക്കുമെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. കുഞ്ഞ് ഇൻസ്റ്റാഗ്രാമാ ചെയ്ത്. ഇങ്ങോട്ടൊക്കെ വരുമോ ഈശ്വരാ? എനിക്ക് വയ്യ. ഓക്കെ, സന്തോഷം കേട്ടിട്ട്. ഇതാ ഷെഫ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതാ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് കെടുത്തിട്ട് വയലിടാം കേട്ടോ. ഒരു നമുക്കിത് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡിഷ് റെഡി ആയാലും ഒരു പാട്ടും കൂടെ പാടിയാലോ? ഒരു പാട്ട് പാടാം. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം, സ്വപ്നശില്പി തീർത്തൊരാൾ രൂപം. മതിയാ? രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അത് വെറുതെ പാടിയതാണേ. നോക്ക്, രണ്ടുപേർക്കും കിട്ടിയത്. സന്തോഷം. പറയണ്ട, ഇതൊന്നും വേണ്ട. നമ്മുടെ ഏത്തക്ക കപ്പലണ്ടി മധുരം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. ചേച്ചി എന്നാ പറ, ചേച്ചിയുടെ ശബ്ദത്തില്
നമുക്ക് രണ്ടൊക്കെ കൂടെ ഓർമ്മിക്കാൻ ശ്രമിച്ചു. സിമ്പിൾ ആണ് ഇത്. ആദ്യമേ സ്റ്റൗ കത്തിക്കുന്നതാണ് നമ്മുടെ മെയിൻ. ഒരു കാര്യം സ്റ്റൗ കത്തിക്കണം. അത് ഇതുപോലെ കുഞ്ഞു സ്റ്റൗ വേണം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്തത്? അതിന് ശേഷം ഗീ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചു. ഗീ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിന് ആദ്യ ദിവസം ഞങ്ങൾ ഏത്തക്ക ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചു, ഷെഫ് കാണിക്കുന്നത് കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ഗീ എടുത്തൊഴിച്ചു. ഗീ എടുത്തൊഴിച്ചിട്ട് ഞങ്ങൾ ഏത്തക്ക ഇങ്ങനെ ഓരോന്നിനെ അങ്ങോട്ട് നെയ്ക്കകത്തോട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏലക്കാപ്പൊടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായിട്ടെന്ന് പറയുമ്പോൾ അപ്പൊ തേങ്ങ ചെറിയ ശർക്കര ഉണ്ടായിരുന്നു, ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെ ഏലക്കപ്പൊടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഞങ്ങൾ ഇങ്ങനെ ഇട്ടത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ വറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശർക്കരക്കകത്ത് അങ്ങ് വിളയിക്കുവാണ്. ശർക്കരക്കകത്ത് വിളയിക്കുന്ന മോതിരം അങ്ങോട്ട് പോകും 10 പവന. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും കഴിക്കും. ഇത് ചെയ്യുന്ന 10 പവന്റെ മോതിരം ഇടണമെന്ന് അവർ പേടിക്കത്തില്ലേ? ആരെങ്കിലും കൈ കിട്ടിയാൽ ശ്രദ്ധേക്കണം. ഇപ്പൊ ഈ കാണുന്നുണ്ടല്ലേ, പിന്നെ ആദ്യം നെയ്ക്കകത്ത് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും വേവിച്ച് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഞങ്ങൾ ഈ ഏത്തക്കായും കൂടി ഇടുന്നത്. ഏത്തക്കായ ഇട്ട് പിന്നെ ശർക്കര ഇട്ട് ചുക്കിട്ടു എല്ലാം അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ആദ്യം ഏലക്കാപ്പൊടി എല്ലാം ഇട്ട് ഞങ്ങൾ അങ്ങോട്ട് വരട്ടി ഇങ്ങനെ നല്ലപോലെ വറുത്തെടുത്തു. നല്ല വരട്ടി കുട്ടികൾക്ക് കൊടുത്താലുണ്ടല്ലോ സൂപ്പറായിരിക്കും. അങ്ങനെ ഇതെല്ലാം അങ്ങനെ കൊണ്ട് ഉണ്ടായി. അപ്പൊ ഷെഫ് അവിടെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തു. ഇങ്ങനെ തേങ്ങ നല്ലപോലെ അതിന്റെ മുകളിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഈ കപ്പലണ്ടിയും ഈ എന്തോന്നാ ഏത്തപ്പഴം എല്ലാം കൂടി നല്ല ഇതിനകത്ത് ശർക്കരക്കകത്ത് വിളയിച്ച് ഏലക്കാപ്പൊടിയും തേങ്ങയും ശർക്കരപ്പൊടി ഇതെല്ലാം ഇട്ട് എല്ലായിട്ട് സൂപ്പറാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ടേസ്റ്റിംഗ് സെഷനിലോട്ടാണ് ആദ്യം നമ്മുടെ റാണിമയ്ക്ക് കൊടുക്കാണ്. എന്റെ ദൈവം എനിക്ക് തന്നെ തരുവാ കേട്ടോ. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചിട്ട് മറ്റേ ഇറച്ചി ഇങ്ങനെ നമുക്ക് കഴിക്കാൻ ഒരു ഷുഗറാണേ. ഇപ്പൊ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങി ഞാൻ. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ഷുഗർ കൂടിയാൽ അങ്ങനെ ഉറങ്ങി പോകും. ആണോ? സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അവസാനം അവിടെ കൊണ്ടുവിടുന്നത് തുറന്നോ? എങ്ങനെയുണ്ട്? ഓ കൊതിവിടണ്ടേ? ഭയങ്കര സൂപ്പറാ. മാതാവേ ഷുഗർ കൂടും. മിഠായി കഴിച്ച പോലെ ഉണ്ടോ? മിഠായി തന്നെയല്ല, എന്തെല്ലാം സാധനമുണ്ട്. പ്രോപ്പർ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന മിഠായി പോലെ അല്ലാണ്ട് തന്നെ നല്ല മിഠായി പോലെ കടലമിഠായി തേങ്ങ. അയ്യോ ഏന്ന് വേണ്ടല്ല മോളെ പിടിച്ചു തന്നെ. സെറ്റല്ലേ? നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യണ്ടേ? സെറ്റായേ. ഇതാ നമ്മളെ ടേസ്റ്റ് ചെയ്യാം. അതൊന്നും ചെയ്തു. ഇത് നമ്മളുണ്ടാക്കിയത്. അത് ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് എനിക്ക് കഴിക്കാം. ഷുഗർകാരിയാ. പാവം കൊച്ചിന് കൈയടിച്ച് പാസ്സാക്കിയിരിക്കുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഇതെല്ലാ അമ്മമാരും കൊച്ചു പിള്ളേർക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാലത്ത് ഷെഫിനെ മറക്കല്ലേ, കുഞ്ഞുങ്ങളെ ഞങ്ങളെ മറക്കല്ലേ. ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ ഡിഷ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ പറയുകയാണെങ്കിൽ? ഓ വാവ് സൂപ്പർ എന്നൊക്കെ പറയും ഓരോ ഇവരുടെയൊക്കെ ഭാഷയില്. അല്ല ചിലർ വാവ് ഇതൊക്കെ പറയാ. ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ഇത് എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ അപ്പം തന്നെ ഇത് പാത്രത്തിനകത്തെ മുഴുവൻ വാരി തിന്നിരിക്കും, ഉറപ്പാ. ഷെഫ് ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് ഇതുപോലെ തന്നെയാണ്, വെറൈറ്റിയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് അങ്ങനെ വലിയ, അതായത് ഓരോരുത്തും വെറൈറ്റികളാണ്. വെറൈറ്റിയുടെ ഷെഫാണ് നമ്മുടെ ഷെഫ്.
വെറൈറ്റിയുടെ ഷെഫാണ് ഷെഫ്. വെറൈറ്റി ഷെഫ് നമുക്ക് പേര് മാറ്റിയിരിക്കുന്നു. വെറൈറ്റി ഷെഫ് നമ്മൾ പേര് മാറ്റിയേക്കാണ് ഇന്നത്തോടെ. ഇന്ന് ഷെഫ് നമുക്ക് ഇതുപോലെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മളെല്ലാം ഷെഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത്രയും മാധുര്യമൂർന്ന് നല്ല സ്വീറ്റും ഇത്രയും നല്ല കറികളും ഒക്കെ ഉണ്ടാക്കി തന്നെ നമ്മളതെല്ലാം കഴിക്കുന്നില്ലേ, ആസ്വദിക്കുന്നില്ലേ ഷെഫ്? ഞാൻ കുറച്ചുകൂടി പറയട്ടെ, ആസ്വദിക്കുന്നില്ലേ? അതാണ് മാഹാത്മ്യം. അത്രയും നല്ല കൈപുണ്യമാണ്. മയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി 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 പോട്ടെ. ഞാനിങ്ങനെ കുണുങ്ങി കുണുങ്ങി. ഷെഫേ നല്ലോണം കഴിച്ചു. ഇച്ചിരി ഒരു കാരമലൈസ്ഡ് കൂടിയിട്ടുണ്ട്. ഒഴിച്ചുണ്ടോ? അതോട് കുറച്ച് ആൾക്കാരെ കൂടുതലിട്ടു. മൂന്ന് കുട്ടികളും പാടും. 3 കുട്ടികളും പാടും കേട്ടോ. ആണല്ലേ? 3 കുട്ടികളും. ഞാൻ എന്റെ കുട്ടികളെ പറ്റിയല്ലേ. എന്റെ കുട്ടികളെയാണോ കൊച്ചുമക്കളെയാണോ? അതെ, കൊച്ചുമക്കളും പാടും. കൊച്ചുമക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. അല്ല, 3 കുട്ടികളെയും മോൻ അത്രയ്ക്കും പാട്ട് പാടില്ല. അവനെ അടി കൊടുത്ത് പഠിപ്പിച്ചതിന്റെ അതൊന്നും അവനിപ്പോ പേടിയാ. റീമി ഞാൻ പാട്ട് പഠിപ്പിച്ചു. റീമി കുഞ്ഞിലെ അങ്ങോട്ട് പാടിക്കുക, കുഞ്ഞിലെ മുതൽ. അത് കണ്ടോണ്ട് ഞാൻ ഇവനെ അടി കൊടുത്ത് പഠിപ്പിക്കാതെ പറയുമ്പോ അമ്മ വഴക്ക് പറഞ്ഞു. വലിയ ഞാൻ അമ്മയെ എടുത്തോണ്ട് എല്ലാരും ഒന്നും പാടുകയല്ല, നീ ആ കൊച്ചിനെ അങ്ങോട്ട് വെറുതെ വിടണം പറഞ്ഞു. പക്ഷെ അവൻ പിന്നെ പാടിയില്ല. അപ്പൊ അങ്കിളും പാടുമായിരുന്നോ? അങ്ങനെ പാടൂല മോളെ, പാട് വിടും. ഞങ്ങളെ കൊണ്ട് പാട് വിടും. എങ്ങനെയായിരുന്നു റിമി ചേച്ചിയാണെങ്കിൽ? ഞാൻ പറഞ്ഞത് റിമി ചേച്ചിയും റാണിയമ്മ ഇങ്ങനെ ഭയങ്കര നല്ല എനർജി ബോൾസ് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് അതൊന്ന് പോയായിരുന്നു? ഞാനൊന്ന് പാട്ടിട്ടെ. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. റിമി ചേച്ചിയും അമ്മയാണെങ്കിലും ഭയങ്കര നല്ല എനർജി ആണല്ലോ. അപ്പൊ വീട്ടിൽ എങ്ങനെയായിരുന്നു അങ്കിള് ഇതൊക്കെ മാനേജ് ചെയ്തോണ്ടിരുന്നത്? എങ്ങനെയാണ് എല്ലാരും എങ്ങനെ മാനേജ് ചെയ്തല്ലേ? പോയി. അപ്പം എന്തായാലും വീട്ടിലെ സന്തോഷമല്ല, നമ്മുടെ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ഫുൾ സന്തോഷം ഷെയർ ചെയ്തു. നമ്മുടെ കൂടെ 2 എപ്പിസോഡ് ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം റാണിമ. അപ്പം പോകുന്നതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റ്സും കൂടെ നമുക്ക് കൊടുത്തിട്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കേരനാട് 100% ഫുൾ ശുദ്ധമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ആണ് ഇത്. ഇതിൻ്റെ അകത്താണെങ്കിൽ റിഫ്രഷിങ് ആൻഡ് എനർജറ്റിക് ആണ്, അതുപോലെ തന്നെ നോ ആഡഡ് ഷുഗർ ആണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ആദ്യം ആൻറ്റിക്കുള്ളത്. കറമുറ കുറിക്കാൻ കളർഫുള്ളാത്ത ശുദ്ധമായിട്ടുള്ള നമ്മുടെ ഓണം പപ്പടമാണ്. അപ്പം ഓണം പപ്പടം അതിന്റെ ഒരു ഗിഫ്റ്റ്സ് ആണ്. ഓണം അല്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഓണം പോലെ പപ്പടം കൂട്ടി കഴിക്കാം. അടുത്തത് താങ്ക് യു മോളെ. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കേരളത്തിലെ പ്രീമിയം പലഹാരങ്ങളാണ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ സ്വന്തം ലഷിന്റെ സ്നാക്സ് ആണ് ഇത്. മിക്സ്ചർ, ചിപ്സ് അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്. തലമുറകൾ കൈമാറിയ രുചിക്കൂട്ടി കേസിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വിനാഗിരി, അതുപോലെ തന്നെ നമ്മുടെ കറി പൗഡറുകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിന്റെ ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ ഗിഫ്റ്റ് ആണ്. ഓരോ തുള്ളിയിലും പ്രകൃതിയുടെ ശുദ്ധി. നമ്മുടെ നുവയുടെ പാക്ഡ് ആയിട്ടുള്ള വാട്ടർ ആണ്. വെള്ളം കുടിച്ച് ഞങ്ങളിവിടെ വരുന്നവരെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ഫണ്ണായിട്ടുള്ള എപ്പിസോഡായിരുന്നു. നമ്മൾ ഇനി അടുത്ത എപ്പിസോഡ്സിൽ വീണ്ടും ഒത്തിരി അധികം റെസിപ്പീസ് ആയിട്ടും ഫണ്ണായിട്ടും ഡാൻസും പാട്ടും കുക്കിംഗ് മാത്രമല്ല കോമഡി എല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, പിന്നെ നമ്മുടെ സ്വന്തം റാണിയമ്മ പോവാണ്. കണ്ണും